പ്രപഞ്ചം ഒരു മഹാകാവ്യമാണ്. അനന്തമായ സാധ്യതകളുടെയും വിസ്മയങ്ങളുടെയും ഒരു അത്ഭുതലോകം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവിന്റെ കരവിരുതിൽ വിരിഞ്ഞ ഈ ലോകം പലപ്പോഴും പൂർണ്ണതയുടെ പര്യായമായി വാഴ്ത്തപ്പെടുന്നു. എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചില നിഴലുകൾ കാണാം. പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട സ്വപ്നങ്ങൾ പോലെ, പൂർത്തിയാകാത്ത ദൈവീക പദ്ധതികളെപ്പോലെ ചില വിചിത്രമായ കഥകൾ. ചിന്തിച്ചു നോക്കൂ. ഒരു ശില്പി തന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയുടെ പണി പാതിവഴിയിൽ ഉപേക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ആ രൂപം പൂർണ്ണമല്ലാത്ത ഒരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കില്ലേ? അതുപോലെയാണ് നമ്മുടെ പുരാണങ്ങളിലെ ചില കഥകൾ. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവിന്റെ മനസ്സിൽ വിരിഞ്ഞ ചില ആശയങ്ങൾ, ചില ദൈവീകമായ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ടോ പൂർണ്ണതയിലെത്തിയില്ല. ചിലത് വിചിത്രമായ രൂപങ്ങളോടെ നിലനിൽക്കുന്നു, ചിലത് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളിൽ അവസാനിച്ചു, മറ്റു ചിലതാകട്ടെ ഒരു അസ്വാഭാവികമായ ആകാംക്ഷ നമ്മളിൽ അവശേഷിപ്പിക്കുന്നു. എന്തായിരിക്കും ഈ അപൂർണതകൾക്ക് പിന്നിലെ കാരണം? ബ്രഹ്മാവിന്റെ സൃഷ്ടിപരമായ യാത്രയിൽ സംഭവിച്ച തടസ്സങ്ങളായിരുന്നോ അവ? അതോ പൂർണ്ണത എന്ന സങ്കല്പത്തിന് അപ്പുറമുള്ള ചില ഗൂഢമായ ദൈവീക പദ്ധതികളുടെ ഭാഗമായിരുന്നോ ഈ വിചിത്രമായ താളപ്പിഴകൾ? ഇത്തരം കഥകൾ നമ്മളിൽ ഒരുതരം അസ്വാഭാവികമായ ആകാംക്ഷയും അത്ഭുതവും ഉണർത്തും. എന്തായിരിക്കും ഈ അപൂർണമായ സൃഷ്ടികളുടെ രഹസ്യം? എന്തുകൊണ്ടാണ് ഈ ദൈവീക പദ്ധതികൾ പാതിവഴിയിൽ നിലച്ചുപോയത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ വിചിത്രമായ ലോകത്തേക്ക് ആഴ്ന്നിറങ്ങാം. ത്രിശങ്കുവിന്റെ അസാധാരണമായ ആഗ്രഹം. സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു ത്രിശങ്കു. അദ്ദേഹം തന്റെ സത്പ്രവൃത്തികളാൽ സ്വർഗം നേടാൻ ആഗ്രഹിച്ചു. എന്നാൽ സാധാരണ മനുഷ്യർക്ക് ഭൗതിക ശരീരത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ദേവന്മാർ അറിയിച്ചു. ത്രിശങ്കുവിന്റെ ആഗ്രഹം സാധ്യമാക്കാൻ വിശ്വാമിത്ര മഹർഷി മുന്നിട്ടിറങ്ങി. തന്റെ തപശക്തി കൊണ്ട് വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ഭൗതിക ശരീരത്തോടെ സ്വർഗത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദേവന്മാർ ഇതിനെ എതിർത്തപ്പോൾ വിശ്വാമിത്രൻ ത്രിശങ്കുവിനു വേണ്ടി പുതിയൊരു സ്വർഗം സൃഷ്ടിക്കാൻ തുടങ്ങി. വിശ്വാമിത്രൻ സൃഷ്ടിച്ച സ്വർഗം പൂർണ്ണമാകുന്നതിന് മുൻപ് ദേവന്മാരുടെ ഇടപെടലുണ്ടായി. ത്രിശങ്കുവിനെ പൂർണ്ണമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവർ അനുവദിച്ചില്ല. പകരം ത്രിശങ്കുവിനെയും അദ്ദേഹത്തിന്റെ സ്വർഗത്തെയും ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഒരു ശൂന്യമായ സ്ഥലത്ത് തലകീഴായി തൂക്കിയിട്ടു എന്ന് പറയപ്പെടുന്നു. ഈ അപൂർണമായ സ്വർഗം ഒരു ദൈവീക പദ്ധതിയുടെ പാതിവഴിയിൽ സംഭവിച്ച തടസ്സത്തെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പദ്ധതി പൂർണ്ണമാകാതെ പോയത്? ത്രിശങ്കുവിന്റെ സ്വർഗാരോഹണവും വിശ്വാമിത്രന്റെ പുതിയ സ്വർഗസൃഷ്ടിയും ഒരു ദൈവീക പദ്ധതിയുടെ പൂർണ്ണമല്ലാത്ത അവസ്ഥയുടെ വിചിത്രമായ ഉദാഹരണമാണ്. ഒരുപക്ഷേ പ്രകൃതി നിയമങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും പൂർണ്ണതയിലെത്തില്ലായിരിക്കാം. രാഹുവിന്റെയും കേതുവിന്റെയും പൂർത്തിയാകാത്ത അമൃതപാനം. രാഹുവിന്റെയും കേതുവിന്റെയും കഥ അമൃതമഥനവുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ അപൂർണമായ അമൃതപാനം ഒരു ദൈവീക പദ്ധതിയിലെ താളപ്പിഴയായി കണക്കാക്കാവുന്നതാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ അതിൽ നിന്ന് അമൃത് ഉദ്ഭവിച്ചു. ഈ അമൃത് കുടിച്ചാൽ മരണമില്ലാത്തവരായി മാറും. അമൃത് ദേവന്മാർക്കും അസുരന്മാർക്കും തുല്യമായി നൽകാൻ വിഷ്ണു മോഹിനി രൂപത്തിൽ എത്തിയപ്പോൾ രാഹു എന്ന അസുരൻ ഒരു ദേവന്റെ രൂപം പൂണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ ഇരുന്നു അമൃത് കുടിക്കാൻ ശ്രമിച്ചു. സൂര്യനും ചന്ദ്രനും ഇത് വിഷ്ണുവിനെ അറിയിച്ചു. വിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് രാഹുവിന്റെ ശിരസ് ഛേദിച്ചു. എന്നാൽ രാഹു അപ്പോഴേക്കും അമൃതം കുടിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ശിരസ് അനശ്വരമായി. ഈ ശിരസ്സാണ് രാഹു എന്നും അദ്ദേഹത്തിന്റെ ഉടലാണ് കേതു എന്നും അറിയപ്പെടുന്നത്. ഈ അപൂർണമായ അമൃതപാനം രാഹുവിനെയും കേതുവിനെയും ഗ്രഹങ്ങളായി മാറ്റി അവർക്ക് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹണം ചെയ്യാൻ കഴിവ് നൽകി. ഇതൊരു ദൈവീക പദ്ധതിയിലെ അപ്രതീക്ഷിതമായ വഴിത്തിരിവായിരുന്നില്ലേ? രാഹുവിന്റെയും കേതുവിന്റെയും അപൂർണമായ അമൃതപാനം ഒരു ദൈവീക പദ്ധതിയിലെ അപ്രതീക്ഷിതമായ സംഭവമായിരുന്നു. ഒരുപക്ഷേ ദേവന്മാരുടെയും അസുരന്മാരുടെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇങ്ങനെയൊരു അസ്വാഭാവികമായ ഫലത്തിലേക്ക് നയിച്ചു. മനുഷ്യൻ പൂർണ്ണമല്ലാത്ത സൃഷ്ടിയോ? മനുഷ്യൻ ബ്രഹ്മാവിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ മനുഷ്യന്റെ പരിമിതികളും അപൂർണതകളും നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്. മനുഷ്യൻ ഒരു പൂർണ്ണമല്ലാത്ത സൃഷ്ടിയാണ്. മനുഷ്യന് പരിമിതമായ അറിവും ശക്തിയുമുണ്ട്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, മരണം എന്നിവ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പൂർണ്ണതയില്ലാത്ത ഒരു സൃഷ്ടിയാണോ മനുഷ്യൻ എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ടോ? മനുഷ്യൻ നിരന്തരമായി വളരുകയും പരിണമിക്കുകയും ചെയ്യുന്നു.
പുതിയ അറിവുകൾ നേടുകയും സാങ്കേതികവിദ്യകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഈ വളർച്ച മനുഷ്യന്റെ അപൂർണതയെ മറികടക്കാനുള്ള ശ്രമമാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് മനുഷ്യനിൽ ദൈവികമായ ഒരു അംശമുണ്ട്. ഈ അംശം മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ സഹായിക്കുമോ? മനുഷ്യൻ പൂർണ്ണമല്ലാത്ത ഒരു സൃഷ്ടിയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. ഒരുപക്ഷേ അപൂർണത എന്നത് സൃഷ്ടിയുടെ ഒരു സ്വാഭാവിക ഭാഗമായിരിക്കാം. നിരന്തരമായ വളർച്ചയിലൂടെയും ശ്രമത്തിലൂടെയും പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത മനുഷ്യനിൽ എപ്പോഴും നിലനിൽക്കുന്നു. അദിതിയുടെ ഗർഭം, പൂർത്തിയാകാത്ത തേജസ്. ദേവന്മാരുടെ അമ്മയായ അദിതിയുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഒരു കഥ അപൂർണമായ ഒരു ദൈവിക സൃഷ്ടിയുടെ സൂചന നൽകുന്നു. അദിതി തന്റെ മക്കൾ സുരക്ഷിതരാകാനും ശക്തരാകാനും വേണ്ടി കഠിന തപസ്സനുഷ്ഠിച്ചു. ഇതിന്റെ ഫലമായി മഹാവിഷ്ണുവിന്റെ ഒരു അംശം അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഈ തേജോരൂപനായ പുത്രനാണ് ആദിത്യൻ അഥവാ സൂര്യൻ. ചില പുരാണങ്ങളിൽ ആദിത്യൻ പൂർണ്ണമായ തേജസ്സോടെയല്ല ജനിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തന്റെ തപസ്സിലൂടെയാണ് അദ്ദേഹം പൂർണ്ണ തേജസ് നേടിയതെന്നും കഥകളുണ്ട്. ഇത് ഒരു പൂർണ്ണമല്ലാത്ത ദൈവിക സൃഷ്ടിയുടെ ആദ്യ രൂപമായിരുന്നു. ആദിത്യന്റെ ജനനത്തിലെ ഈ അപൂർണത ഒരു ദൈവിക പരീക്ഷണം ആയിരുന്നിരിക്കാം. പരിമിതികളെ അതിജീവിച്ച് പൂർണ്ണത നേടാനുള്ള ഒരു സൂചനയായി ഈ കഥയെ കാണാവുന്നതാണ്. രുദ്രന്മാരുടെ ജനനം. രുദ്രന്മാരുടെ സൃഷ്ടി ബ്രഹ്മാവിന്റെ കോപത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഈ സൃഷ്ടി ഒരു അപൂർണമായ മാനസികാവസ്ഥയുടെ ഫലമായിരുന്നു. പ്രപഞ്ചം സൃഷ്ടിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന് ചില മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി. തന്റെ സൃഷ്ടികൾ വേണ്ടത്ര പുരോഗമിക്കുന്നില്ല എന്ന തോന്നൽ അദ്ദേഹത്തെ അലട്ടി. ഈ കോപത്തിന്റെ ഫലമായി ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് ഭീകരരൂപികളായ രുദ്രന്മാർ ജനിച്ചു എന്ന് പറയപ്പെടുന്നു. അവർ സംഹാരത്തിന്റെയും നാശത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു. രുദ്രന്മാരുടെ ഈ അപ്രതീക്ഷിതമായ ജനനം ബ്രഹ്മാവിന്റെ സൃഷ്ടിപരമായ പദ്ധതിയിൽ ഒരു വ്യതിയാനമായിരുന്നു. സൃഷ്ടിക്കായി ഉദ്ദേശിക്കപ്പെട്ടതല്ലായിരുന്നിട്ടും അവർ എങ്ങനെ പ്രപഞ്ചത്തിന്റെ ഭാഗമായി മാറി? ഇത് ഒരു അപൂർണമായ മാനസികാവസ്ഥയിൽ നിന്നുള്ള സൃഷ്ടിയുടെ ഫലമായിരുന്നു. സമുദ്രമഥനത്തിലെ വിഷം. പാലാഴി മഥനത്തിന്റെ കഥയിൽ അമൃതം മാത്രമല്ല, വിനാശകരമായ വിഷവും ഉയർന്നു വന്നു. ഈ വിഷം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടില്ല, പകരം താൽക്കാലികമായി തടയപ്പെട്ടു. ഇതൊരു അപൂർണമായ വിനാശ ശക്തിയുടെ ഉദാഹരണമാണ്. ദേവന്മാരും അസുരന്മാരും അനശ്വരത നേടാനായി മന്ദരപർവ്വതം കടലാക്കി വാസുകി എന്ന സർപ്പത്തെ കയറാക്കി പാലാഴി മഥനം നടത്തി. മഥനം പുരോഗമിക്കുമ്പോൾ അതിൽ നിന്ന് ഭീകരമായ കാളകൂട വിഷം ഉയർന്നു വന്നു. ഈ വിഷത്തിന് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്നു. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ശിവഭഗവാൻ ആ വിഷം മുഴുവൻ പാനം ചെയ്തു. എന്നാൽ പാർവതീദേവി ശിവന്റെ കഴുത്തിൽ വിഷം ഇറങ്ങാതെ തടഞ്ഞു. അങ്ങനെ വിഷം ശിവന്റെ കഴുത്തിൽ നീല നിറത്തിൽ തങ്ങി നിന്നു. ഈ സംഭവം വിനാശകരമായ ഒരു ശക്തി പൂർണ്ണമായി നശിപ്പിക്കാതെ താൽക്കാലികമായി തടയപ്പെട്ടതിന്റെ ഉദാഹരണമല്ലേ? ആ വിഷം ഇപ്പോഴും ശിവന്റെ കഴുത്തിൽ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ടോ? പരശുരാമന്റെ കോപം. പരശുരാമൻ ക്ഷത്രിയവംശത്തെ പലതവണ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ശ്രമം പൂർണ്ണമായി വിജയിച്ചില്ല. ഇതൊരു അപൂർണമായ പ്രതികാരത്തിന്റെ കഥയാണോ? കാർത്തവീര്യ അർജുനൻ പരശുരാമന്റെ പിതാവായ ജമദഗ്നി മഹർഷിയെ കൊലപ്പെടുത്തിയതിൽ കോപിഷ്ഠനായ പരശുരാമൻ ക്ഷത്രിയവംശത്തെ മുഴുവൻ നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തു. പരശുരാമൻ ഭൂമിയിലെ ക്ഷത്രിയന്മാരെ 21 തവണ ഉന്മൂലനം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കോപം വളരെ വലുതായിരുന്നു. എന്നിട്ടും ക്ഷത്രിയവംശം പൂർണ്ണമായി നശിച്ചില്ല. പലായനം ചെയ്തവരും ഒളിവിൽ കഴിഞ്ഞവരുമായ ക്ഷത്രിയർ പിന്നീട് തിരിച്ചുവന്നു. പരശുരാമന്റെ ഉന്മൂലന ശ്രമം പൂർണ്ണമല്ലാത്ത ഒരു പ്രതികാരമായിരുന്നു. അദ്ദേഹത്തിന്റെ കോപം പൂർണ്ണമായും ഫലം കണ്ടില്ല എന്ന് കരുതേണ്ടി വരുമോ? സതിയുടെ ശരീരം. സതീദേവിയുടെ ശരീരം ദക്ഷയാഗത്തിൽ വെച്ച് അഗ്നിക്കിരയായ ശേഷം ശിവൻ കോപിഷ്ഠനായി താണ്ഡവമാടി. ആ സമയത്ത് സതിയുടെ ശരീരം പല കഷ്ണങ്ങളായി ഭൂമിയിൽ പതിച്ചു. ഈ ചിതറിയ ശരീരഭാഗങ്ങൾ ശക്തിപീഠങ്ങളായി മാറിയത് ഒരു അപൂർണമായ വിനാശത്തിൽ നിന്നുള്ള പുതിയ സൃഷ്ടിയാണ്. ദക്ഷൻ നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിക്കാത്തതിൽ അപമാനം തോന്നിയ സതി യാഗാഗ്നിയിൽ സ്വയം ദഹിച്ചു. പ്രിയതമയുടെ വേർപാടിൽ ദുഃഖിതനും കോപിഷ്ഠനുമായ ശിവൻ സംഹാര താണ്ഡവമാടി. ലോകം നശിക്കാതിരിക്കാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടിമാറ്റി. സതിയുടെ ശരീരഭാഗങ്ങൾ പതിച്ച സ്ഥലങ്ങൾ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നു.
ഈ സ്ഥലങ്ങൾ ദേവിയുടെ ശക്തിയുടെ പ്രധാന കേന്ദ്രങ്ങളായി ആരാധിക്കപ്പെടുന്നു. ഒരു പൂർണ്ണമല്ലാത്ത വിനാശത്തിൽ നിന്ന് പുതിയതും ശക്തവുമായ ആരാധനാ കേന്ദ്രങ്ങൾ ഉയർന്നുവന്നത് ദൈവികമായ ഒരു പുനഃസൃഷ്ടിയായി കണക്കാക്കാമോ? പൂർണ്ണമല്ലാത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടിയുടെ തുടക്കം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള പല കഥകളിലും ഒരു പൂർണ്ണമല്ലാത്ത ശൂന്യതയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് എന്ന് പറയുന്നു. ഈ ആദ്യത്തെ സൃഷ്ടി ഒരു പൂർണ്ണതയില്ലാത്ത തുടക്കമായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് വ്യത്യസ്ത പുരാണങ്ങളിൽ വ്യത്യസ്ത കഥകളുണ്ട്. ചിലതിൽ ഒരു ശൂന്യതയിൽ നിന്ന് ബ്രഹ്മാവ് സ്വയംഭൂവായി അവതരിച്ചു എന്ന് പറയുന്നു. മറ്റു ചിലതിൽ ജലത്തിൽ നിന്ന് ഒരു സ്വർണ്ണമുട്ടിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു എന്ന് പറയുന്നു. ഈ ആദ്യത്തെ അവസ്ഥ ഒരു പൂർണ്ണതയില്ലാത്ത ശൂന്യതയായിരുന്നു. ബ്രഹ്മാവ് ആദ്യമായി സൃഷ്ടിച്ച ജീവികൾ പൂർണ്ണതയില്ലാത്തവരും വിചിത്രമായ രൂപങ്ങളുള്ളവരുമായിരുന്നു എന്ന് ചില കഥകളിൽ കാണാം. പിന്നീട് ബ്രഹ്മാവ് തന്റെ സൃഷ്ടികളെ മെച്ചപ്പെടുത്തുകയും കൂടുതൽ പൂർണ്ണതയുള്ള രൂപങ്ങൾ നൽകുകയും ചെയ്തു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഒരു നീണ്ട പ്രക്രിയയായിരുന്നു. പൂർണ്ണതയില്ലാത്ത ആദ്യ രൂപങ്ങളിൽ നിന്ന് കൂടുതൽ സങ്കീർണവും പൂർണ്ണവുമായ ജീവരൂപങ്ങൾ കാലക്രമേണ പരിണാമം സംഭവിച്ചു. ഈ പരിണാമം പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയായി കാണാം. ഇന്ദ്രന്റെ അഹങ്കാരം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ പലപ്പോഴും തന്റെ ശക്തിയിലും സ്ഥാനമാനങ്ങളിലും അഹങ്കാരം കാണിച്ചിട്ടുണ്ട്. ഈ അഹങ്കാരത്തിന് പലപ്പോഴും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ശിക്ഷകൾ പൂർണ്ണമായിരുന്നില്ല. ഇതൊരു അപൂർണമായ നീതിയുടെ ഉദാഹരണമാണോ? പലപ്പോഴും ഇന്ദ്രൻ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുകയും ഋഷിമാരെയും മറ്റുള്ളവരെയും അനാദരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയെ വഞ്ചിച്ച സംഭവം ഇതിന് ഉദാഹരണമാണ്. ഇന്ദ്രന്റെ തെറ്റുകൾക്ക് പലപ്പോഴും ശാപങ്ങളും ശിക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ഗൗതമ മഹർഷിയുടെ ശാപം മൂലം അദ്ദേഹം വികൃതരൂപിയായി മാറി. വൃത്രാസുരനെ കൊന്നതിന് അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാ പാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ ശിക്ഷകൾ ഇന്ദ്രൻ താത്കാലികമായ ദുരിതങ്ങൾ നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ ദേവരാജാവ് എന്ന സ്ഥാനം നഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് വീണ്ടും തന്റെ അധികാരം തിരികെ ലഭിച്ചു. ഇന്ദ്രന്റെ അഹങ്കാരത്തിന് ലഭിച്ച ശിക്ഷ പൂർണ്ണമായിരുന്നില്ല എന്ന് കരുതേണ്ടി വരുമോ? ദൈവീക നീതി എപ്പോഴും പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ? മനുഷ്യന്റെ ആയുസ്. പൂർണ്ണമല്ലാത്ത ജീവിതചക്രം. ഓരോ യുഗത്തിലും മനുഷ്യന്റെ ആയുസ്സിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. കൃതയുഗത്തിൽ മനുഷ്യർക്ക് ദീർഘായുസ്സുണ്ടായിരുന്നെങ്കിൽ കലിയുഗത്തിൽ അത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇതൊരു പൂർണ്ണമല്ലാത്ത ജീവിതചക്രത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? കൃതയുഗത്തിൽ മനുഷ്യർക്ക് ലക്ഷക്കണക്കിന് വർഷം ആയുസ്സുണ്ടായിരുന്നു. ത്രേതായുഗത്തിൽ അത് 10,000-ങ്ങളായി കുറഞ്ഞു. ദ്വാപരയുഗത്തിൽ 1000-ങ്ങളായി കുറഞ്ഞു. കലിയുഗത്തിൽ മനുഷ്യന്റെ ശരാശരി ആയുസ് 100-ൽ താഴെയായി ചുരുങ്ങിയിരിക്കുന്നു. കലിയുഗത്തിലെ മനുഷ്യന്റെ കുറഞ്ഞ ആയുസ് ജീവിതചക്രത്തിന്റെ പൂർണ്ണമല്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ടോ? പൂർണ്ണമായ അനുഭവങ്ങൾ നേടാനും ആത്മീയമായ വളർച്ച കൈവരിക്കാനും ഇത് തടസ്സമുണ്ടാക്കുന്നുണ്ടോ? ഓരോ യുഗവും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള അവസ്ഥകളാണ്. കലിയുഗത്തിലെ കുറഞ്ഞ ആയുസ് ഒരു താൽക്കാലിക അവസ്ഥയായിരിക്കാം, ഒരു വലിയ ചക്രത്തിന്റെ ഭാഗമായിരിക്കാം. പരബ്രഹ്മം. ഹിന്ദു തത്വചിന്തയിലെ പരമമായ യാഥാർത്ഥ്യമാണ് പരബ്രഹ്മം. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പരബ്രഹ്മത്തെ പൂർണ്ണമായി അറിയാൻ സാധിക്കില്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത അറിവിന്റെ അവസ്ഥയല്ലേ പരബ്രഹ്മം? നിർഗുണവും നിരാകാരവും. പരബ്രഹ്മം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും കാരണവുമാണ്. അത് രൂപമില്ലാത്തതും ഗുണങ്ങളില്ലാത്തതും അനന്തവുമാണ്. മനുഷ്യന്റെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കാൻ മാത്രമുള്ളതാണ്. അനന്തവും രൂപമില്ലാത്തതുമായ പരബ്രഹ്മത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ അവയ്ക്ക് പരിമിതികളുണ്ട്. പരബ്രഹ്മത്തെ പൂർണ്ണമായി അറിയുക എന്നത് ആത്മീയ യാത്രയുടെ പരമമായ ലക്ഷ്യമാണ്. എന്നാൽ ഈ ലക്ഷ്യം ഈ ജന്മത്തിൽ പൂർണ്ണമായി നേടാൻ സാധിക്കാത്തവർ ധാരാളമാണ്. മനുഷ്യന്റെ അറിവ് എപ്പോഴും പൂർണ്ണമല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പ്രളയം. പൂർണ്ണമല്ലാത്ത നാശവും പുതിയ തുടക്കവും. ഓരോ കൽപ്പാന്തത്തിലും പ്രപഞ്ചം പൂർണ്ണമായി നശിക്കുകയും വീണ്ടും പുതിയ സൃഷ്ടി ആരംഭിക്കുകയും ചെയ്യും എന്ന് ഹിന്ദു വിശ്വാസത്തിൽ പറയുന്നു. ഈ പ്രളയം പൂർണ്ണമല്ലാത്ത ഒരു അവസാനവും പുതിയ തുടക്കത്തിനായുള്ള കാത്തിരിപ്പുമാണ്. സമയം അനന്തമാണ്. സൃഷ്ടിയും നാശവും ഒരു ചാക്രിക പ്രക്രിയയാണ്. ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ പ്രളയം സംഭവിക്കുകയും പിന്നീട് പുതിയൊരു കൽപ്പം ആരംഭിക്കുകയും ചെയ്യും. പ്രളയം എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു, എന്നാൽ അത് ഒരു പൂർണ്ണമായ അവസാനമല്ല. പുതിയ സൃഷ്ടിക്കുവേണ്ടിയുള്ള ഒരു താൽക്കാലികമായ വിരാമമാണ്. പ്രളയം പൂർണ്ണമായ നാശമാണെങ്കിലും അതിൽ നിന്നാണ് പുതിയൊരു സൃഷ്ടി ഉടലെടുക്കുന്നത്.
ഒരു അപൂർണമായ അവസാനത്തിൽ നിന്ന് ഒരു പുതിയ തുടക്കം വരും. യോഗികൾ തങ്ങളുടെ തപസ്സിലൂടെയും ധ്യാനത്തിലൂടെയും പരബ്രഹ്മത്തിൽ ലയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ലയം എല്ലാവർക്കും പൂർണ്ണമായി സാധ്യമാകണമെന്നില്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത ലയനത്തിന്റെ അവസ്ഥയാണോ? യോഗയുടെ പരമമായ ലക്ഷ്യം മോക്ഷം അഥവാ പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നതാണ്. ചില യോഗികൾ ഈ ജീവിതത്തിൽ തന്നെ ജീവൻ മുക്തരായി പരബ്രഹ്മത്തിന്റെ സാമീപ്യം അനുഭവിക്കുന്നു. എന്നാൽ അവർ പൂർണ്ണമായി അതിൽ ലയിക്കുന്നില്ല. പൂർണ്ണമായ ലയം സംഭവിക്കുന്നത് ഈ ശരീരം വെടിഞ്ഞതിന് ശേഷമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ ജീവിതത്തിലെ ലയം പൂർണ്ണമല്ലാത്ത ഒരു മുന്നൊരുക്കമാണ്. ത്രിമൂർത്തികൾ, പൂർണ്ണമല്ലാത്ത ഏകത്വം. ഹിന്ദു വിശ്വാസത്തിലെ പ്രധാന ദേവതകളാണ് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരടങ്ങുന്ന ത്രിമൂർത്തികൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയാണ് ഇവരുടെ പ്രധാന കർത്തവ്യങ്ങൾ. എന്നാൽ ഈ മൂന്ന് ശക്തികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവ പൂർണ്ണമായ ഏകത്വമാണ്. ഇതൊരു പൂർണ്ണമല്ലാത്ത ഏകത്വത്തിന്റെ ചിത്രീകരണമാണ്. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണു അതിനെ പരിപാലിക്കുന്നു, ശിവൻ സംഹാരം നടത്തുന്നു. ഈ മൂന്ന് കർത്തവ്യങ്ങളും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ത്രിമൂർത്തികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഓരോരുത്തർക്കും തനതായ വ്യക്തിത്വവും ശക്തിയുമുണ്ട്. അവർ പൂർണ്ണമായി ലയിക്കുന്നില്ല. ത്രിമൂർത്തികളുടെ ഈ പൂർണ്ണമല്ലാത്ത ഏകത്വം പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയെ സൂചിപ്പിക്കുന്നുണ്ടോ? സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഈ മൂന്ന് ശക്തികളും ഒന്നായി മാറിയാൽ ഈ ചലനം നിലയ്ക്കില്ലേ? ദേവന്മാരും അസുരന്മാരും, പൂർണ്ണമല്ലാത്ത വിജയം. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോരാട്ടം പുരാണങ്ങളിലെ ഒരു പ്രധാന വിഷയമാണ്. ഈ പോരാട്ടത്തിൽ ദേവന്മാർ പലപ്പോഴും വിജയിക്കാറുണ്ടെങ്കിലും അസുരന്മാർ പൂർണ്ണമായി നശിച്ചു പോകാറില്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത വിജയത്തിന്റെ ചിത്രീകരണമാണോ? ദേവന്മാർ നന്മയുടെയും അസുരന്മാർ തിന്മയുടെയും പ്രതിനിധികളായി കണക്കാക്കപ്പെടുന്നു. ഇവരുടെ പോരാട്ടം പ്രപഞ്ചത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു. ദേവന്മാർ പലപ്പോഴും അസുരന്മാരെ പരാജയപ്പെടുത്താറുണ്ട്. എന്നാൽ ഓരോ തവണയും പുതിയ അസുരന്മാർ ഉയർന്നുവരുന്നു. തിന്മ പൂർണ്ണമായി നശിക്കുന്നില്ല. ദേവന്മാരുടെയും അസുരന്മാരുടെയും ഈ തുടർക്കത്ത് പ്രപഞ്ചത്തിൽ നന്മയും തിന്മയും ഒരുപോലെ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണോ? പൂർണ്ണമായ വിജയം എന്നത് ഒരു മിഥ്യയാണോ? ഗന്ധർവന്മാർ, പൂർണ്ണമല്ലാത്ത ഭൗതികത്വം. ഗന്ധർവന്മാർ സ്വർഗത്തിലെ ഗായകരും നർത്തകരുമാണ്. അവർക്ക് ഭൗതികമായ ഒരു പൂർണ്ണരൂപമില്ല എന്ന് പറയപ്പെടുന്നു. ഇതൊരു പൂർണ്ണമല്ലാത്ത ഭൗതിക അസ്തിത്വത്തിന്റെ ഉദാഹരണമാണോ? ഗന്ധർവന്മാർ ദേവന്മാരുടെ വിനോദത്തിനായി പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അവർക്ക് മനോഹരമായ ശബ്ദവും നൃത്തവൈഭവവും ഉണ്ട്. ചില പുരാണങ്ങളിൽ ഗന്ധർവന്മാർക്ക് നിശ്ചിതമായ ഭൗതിക രൂപമില്ല എന്ന് പറയുന്നു. അവർക്ക് താൽക്കാലികമായി രൂപം ധരിക്കാനും അപ്രത്യക്ഷരാകാനും കഴിയും. ഗന്ധർവന്മാർ ദേവലോകത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു ഇടനിലക്കാരായി കണക്കാക്കാമോ? അവർക്ക് പൂർണ്ണമായ ഭൗതിക അസ്തിത്വമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം? കിന്നരന്മാർ, മനുഷ്യനും മൃഗവും ചേർന്ന അപൂർണ രൂപം. ഹിന്ദു പുരാണങ്ങളിലും ബുദ്ധമത ഗ്രന്ഥങ്ങളിലും കാണപ്പെടുന്ന മിത്തോളജിക്കൽ ജീവികളാണ് കിന്നരന്മാർ. ഇവരുടെ രൂപം മനുഷ്യന്റെയും മൃഗത്തിന്റെയും സങ്കരമാണ്. താഴെ മൃഗത്തിന്റെ ശരീരവും മുകളിൽ മനുഷ്യന്റെ രൂപവും. ഈ അപൂർണമായ രൂപം എന്തിനെ സൂചിപ്പിക്കുന്നു? കിന്നരന്മാർ സ്വർഗത്തിലെ ഗായകരും സംഗീതജ്ഞരുമായി അറിയപ്പെടുന്നു. അവർക്ക് മനോഹരമായ ശബ്ദവും സംഗീതത്തിൽ അസാധാരണമായ കഴിവും ഉണ്ട്. കിന്നരന്മാരുടെ ഈ സങ്കരരൂപം പ്രകൃതിയുടെയും മനുഷ്യ സംസ്കാരത്തിന്റെയും അപൂർണമായ കൂടിച്ചേരലിനെ സൂചിപ്പിക്കുന്നുണ്ടോ? മൃഗീയമായ സഹജവാസനകളും മാനുഷികമായ ബുദ്ധിയും വികാരങ്ങളും ഒത്തുചേർന്ന ഒരു അവസ്ഥ. കിന്നരന്മാർ പൂർണ്ണമായി മനുഷ്യരോ മൃഗങ്ങളോ അല്ലാത്ത ഒരു ഇടക്കാല അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? പ്രകൃതിയിൽ നിന്ന് സംസ്കാരത്തിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു ഘട്ടം ആണോ? യക്ഷികൾ, ഭൗതികവും അഭൗതികവും ചേർന്ന അപൂർണത. യക്ഷികൾ ഹിന്ദു പുരാണങ്ങളിൽ പ്രകൃതിയുടെ കാവൽക്കാരായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് ഭൗതികമായ രൂപമുണ്ടെങ്കിലും അവർക്ക് മാന്ത്രിക ശക്തികളും പെട്ടെന്ന് അപ്രത്യക്ഷരാകാനുള്ള കഴിവുമുണ്ട്. ഈ ഭൗതികവും അഭൗതികവും ചേർന്ന അവസ്ഥ ഒരു അപൂർണതയല്ലേ? യക്ഷികൾ വനങ്ങളിലും മലകളിലും നിധികളുടെ കാവൽക്കാരായി വിശ്വസിക്കപ്പെടുന്നു. അവർക്ക് പ്രകൃതിയുമായി അടുത്ത ബന്ധമുണ്ട്. യക്ഷികൾക്ക് മനുഷ്യരെ പോലെ രൂപമുണ്ടെങ്കിലും അവർക്ക് മാന്ത്രിക ശക്തികളാൽ രൂപം മാറ്റാനും അപ്രത്യക്ഷരാകാനും കഴിയും. അവരുടെ ഭൗതിക അസ്തിത്വം പൂർണ്ണമല്ല.
യക്ഷികൾ ഭൗതിക ലോകത്തോടും ആത്മീയ ലോകത്തോടും പൂർണ്ണമല്ലാത്ത ഒരു ബന്ധം പുലർത്തുന്നുണ്ടോ? അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, എന്നാൽ അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ പൂർണ്ണമായ ഭൗതികത്വമില്ല. രക്ഷസുകൾ അപൂർണമായ മാനുഷികത. രക്ഷസുകൾ ഹിന്ദു പുരാണങ്ങളിൽ ഭീകരരൂപികളും ദുഷ്ടന്മാരുമായി ചിത്രീകരിക്കപ്പെടുന്നു. അവർക്ക് മനുഷ്യരെ പോലെയുള്ള രൂപമുണ്ടെങ്കിലും അവരുടെ സ്വഭാവവും ശക്തിയും തിന്മ നിറഞ്ഞതാണ്. ഈ അപൂർണമായ മാനുഷികത ഭയവും വെറുപ്പും ഉളവാക്കുന്നു. രക്ഷസുകൾക്ക് മനുഷ്യരെ പോലെയുള്ള ശരീരമുണ്ടെങ്കിലും അവരുടെ മനസ്സ് തിന്മ നിറഞ്ഞതാണ്. അവർ മറ്റുള്ളവരെ ദ്രോഹിക്കാനും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. രക്ഷസുകൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ അസാധാരണമായ ശക്തിയുണ്ട്. അവർക്ക് രൂപം മാറ്റാനും മാന്ത്രിക വിദ്യകൾ ഉപയോഗിക്കാനും കഴിയും. രക്ഷസുകൾക്ക് മനുഷ്യരൂപമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ തിന്മയുടെ പ്രതിനിധികളായി മാറുന്നത്? അവരുടെ മാനുഷികത പൂർണ്ണമല്ലാത്തതാണ്. അവർക്ക് നന്മയുടെ ഒരു അംശം നഷ്ടപ്പെട്ടുപോയോ? സരസ്വതി ദേവിയുടെ ശാപം പൂർണ്ണമല്ലാത്ത വിജ്ഞാനം. വിജ്ഞാനത്തിൻ്റെയും കലയുടെയും ദേവതയായ സരസ്വതി പോലും ചിലപ്പോൾ ശാപങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഈ ശാപങ്ങൾ അവരുടെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെ ബാധിച്ചോ? ഇതൊരു പൂർണ്ണമല്ലാത്ത വിജ്ഞാനത്തിൻ്റെ അവസ്ഥയാണോ? സരസ്വതി വിജ്ഞാനത്തിൻ്റെയും സംഗീതത്തിൻ്റെയും കലയുടെയും ദേവിയാണ്. അവരുടെ ജ്ഞാനമാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. ഒരു പുരാണ കഥയിൽ ബ്രഹ്മാവിൻ്റെ ഒരു തെറ്റിന് സരസ്വതി കോപിക്കുകയും അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്യുന്നു. അതുപോലെ മറ്റു ചില സന്ദർഭങ്ങളിലും സരസ്വതിക്ക് ശാപം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ശാപങ്ങൾ സരസ്വതിയുടെ വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെ ബാധിച്ചോ? അതോ ശാപം എന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നുവോ? വിജ്ഞാനം അനന്തമായതുകൊണ്ട് ഒരു ദേവിക്കുപോലും അതിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കില്ലായിരിക്കാം. ഛായാപുത്രന്മാർ പൂർണ്ണമല്ലാത്ത അസ്തിത്വം. സൂര്യദേവൻ ഛായാദേവിയിൽ ജനിച്ച പുത്രന്മാരാണ് ശനിദേവനും യമധർമ്മരാജനും. ഛായാദേവി സൂര്യന്റെ പൂർണ്ണമല്ലാത്ത പ്രതിരൂപമായതുകൊണ്ട് അവരുടെ പുത്രന്മാരുടെ അസ്തിത്വവും പൂർണ്ണമല്ലാത്തതാണോ? ഛായാദേവി സൂര്യദേവന്റെ ഭാര്യയുടെ നിഴലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. അവർ സൂര്യന്റെ പൂർണ്ണമല്ലാത്ത ഒരു പ്രതിരൂപമാണ്. ഛായാദേവിയുടെ പുത്രന്മാരായ ശനിദേവൻ കർമ്മഫലങ്ങളുടെയും യമധർമ്മരാജൻ മരണത്തിൻ്റെയും ദേവതകളാണ്. അവരുടെ അസ്തിത്വം സൂര്യന്റെ പൂർണ്ണതയിൽ നിന്ന് ഭിന്നമാണോ? ഛായാദേവിയും അവരുടെ പുത്രന്മാരും സൂര്യന്റെ പൂർണ്ണതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അസ്തിത്വം സ്വീകരിച്ചത് അവരുടെ പ്രത്യേക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. നിഴലിന് വെളിച്ചമില്ലാതെ നിലനിൽപ്പില്ലാത്തതുപോലെ ഇവരുടെ അസ്തിത്വവും സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിലെ അഗ്നി പൂർണ്ണമല്ലാത്ത ഊർജം. സമുദ്രത്തിന്റെ അടിയിൽ ഒരു അഗ്നി എപ്പോഴും ജ്വലിക്കുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നു, വടവാഗ്നി. ഈ അഗ്നി ലോകം അവസാനിക്കുമ്പോൾ സമുദ്രത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി പ്രവർത്തിക്കുന്നില്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത ഊർജത്തിന്റെ അവസ്ഥയാണോ? വടവാഗ്നി പ്രപഞ്ചത്തിന്റെ അവസാനത്തിൽ സമുദ്രത്തെയും ലോകത്തെയും ദഹിപ്പിക്കാനുള്ള സംഹാര ഊർജമാണ്. ഇപ്പോൾ ഈ അഗ്നി സമുദ്രത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചുവെച്ചിരിക്കുകയാണ്, പൂർണ്ണമായ നാശം സംഭവിക്കുന്ന സമയം വരെ. വടവാഗ്നിയുടെ ഈ താൽക്കാലികമായ അടക്കം വിനാശകരമായ ഊർജത്തെ പൂർണ്ണമായി നശിപ്പിക്കാതെ നിയന്ത്രിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണോ? ഒരു നിശ്ചിത സമയം വരെ വിനാശത്തെ തടഞ്ഞു നിർത്തുന്നതിനായി. നക്ഷത്രരാശികൾ പൂർണ്ണമല്ലാത്ത ചിത്രീകരണങ്ങൾ. ജ്യോതിശാസ്ത്രത്തിൽ നാം കാണുന്ന നക്ഷത്രരാശികൾ യഥാർത്ഥത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പൂർണ്ണമായി പ്രതിനിധീകരിക്കുന്നില്ല. അവ മനുഷ്യന്റെ ഭാവനയിൽ രൂപം കൊണ്ട പൂർണ്ണമല്ലാത്ത ചിത്രീകരണങ്ങളല്ലേ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ യാദൃച്ഛികമായാണ് കൂട്ടങ്ങളായി കാണപ്പെടുന്നത്. ഈ കൂട്ടങ്ങൾക്ക് മനുഷ്യൻ രൂപങ്ങളും കഥകളും നൽകി. നാം ഓരോ നക്ഷത്രരാശിക്കും നൽകിയിട്ടുള്ള രൂപങ്ങൾ യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾക്കിടയിലുള്ള അകലത്തെയും സ്ഥാനത്തെയും പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്നില്ല. അത് നമ്മുടെ ഭാവനയുടെ സൃഷ്ടിയാണ്. നക്ഷത്രരാശികൾ പ്രപഞ്ചത്തെയും ജ്യോതിഷത്തെയും മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ഒരു ശ്രമമാണ്. എന്നാൽ നമ്മുടെ അറിവ് എല്ലായ്പ്പോഴും പൂർണ്ണമല്ലാത്തതാണ്. ഭൂമിയുടെ ഭൂതകാലം പൂർണ്ണമല്ലാത്ത രേഖകൾ. ഭൂമിയുടെ ചരിത്രം വളരെ വലുതാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചരിത്രരേഖകളും ഫോസിലുകളും ഈ ഭൂതകാലത്തെ പൂർണ്ണമായി വരച്ചു കാട്ടുന്നില്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത ഭൂതകാലത്തിന്റെ ചിത്രീകരണമല്ലേ? ഭൂമിയുടെ ആദ്യകാലത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറഞ്ഞ തെളിവുകളെ ലഭിച്ചിട്ടുള്ളൂ. ഫോസിലുകളും ശിലാപാളികളും ഭൂതകാലത്തിന്റെ അപൂർണമായ ചിത്രങ്ങൾ മാത്രമാണ് നൽകുന്നത്.
കാലക്രമേണ പല ചരിത്രരേഖകളും നശിച്ചുപോയിട്ടുണ്ട്. ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ അറിവില്ല. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ പുനർനിർമ്മാണം എല്ലായ്പ്പോഴും പൂർണ്ണമല്ലാത്തതും ഊഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. സ്വപ്നങ്ങൾ പൂർണ്ണമല്ലാത്ത യാഥാർത്ഥ്യം. നാം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരു തരം സൃഷ്ടിയാണ്. എന്നാൽ ഈ സൃഷ്ടികൾ യാഥാർത്ഥ്യത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലനമല്ല. ഇതൊരു പൂർണ്ണമല്ലാത്ത യാഥാർത്ഥ്യത്തിൻ്റെ അനുഭവമല്ലേ? സ്വപ്നങ്ങൾ നമ്മുടെ അബോധാവസ്ഥയിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും സൃഷ്ടിയാണ്. സ്വപ്നങ്ങളിൽ നാം കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതും വിചിത്രവുമാണ്. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവയെല്ലാം സ്വപ്നങ്ങളിൽ വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു. സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാണെന്ന് തോന്നുമെങ്കിലും ഉണർന്നെണീക്കുമ്പോൾ അവ മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു പൂർണ്ണമല്ലാത്ത യാഥാർത്ഥ്യത്തിൻ്റെ അനുഭവമാണ്. ഈ അപൂർണതകൾ ഒരു കുറവായി തോന്നിയേക്കാം. എന്നാൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവ ഒരുപക്ഷേ സൃഷ്ടിയുടെ ചലനാത്മകതയുടെയും അനന്തമായ സാധ്യതകളുടെയും സൂചനകളായിരിക്കാം. പൂർണ്ണത എന്ന ഒറ്റ അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാതെ മാറ്റങ്ങളിലൂടെയും പരിണാമങ്ങളിലൂടെയും മുന്നോട്ടു പോകുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ചിത്രം ഈ അപൂർണമായ കഥകളിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഒരു ശില്പി പാതിവഴിയിൽ ഉപേക്ഷിച്ച സൃഷ്ടിയിൽ പോലും ഒരു സൗന്ദര്യമുണ്ട്. പൂർത്തിയാകാത്ത ഒരു ഗാനം പോലും ഒരു പുതിയ രാഗത്തിന് പ്രചോദനമായേക്കാം. അതുപോലെ ഈ അപൂർണമായ ദൈവീക പദ്ധതികളും ബ്രഹ്മാവിൻ്റെ പാതിവഴിയിൽ നിലച്ച സ്വപ്നങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണത എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് അനന്തമായ ഒരു യാത്രയാണ് എന്നതാണ്. ഓരോ അപൂർണതയിലും ഒരു പുതിയ സാധ്യത ഒളിപ്പിച്ചുവച്ചിരിക്കുന്നു. ഓരോ താളപ്പിഴയിലും ഒരു പുതിയ താളം കണ്ടെത്താൻ സാധിക്കും. ഈ ചിന്തകളോടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ വിചിത്രവും ആകർഷകവുമായ കഥകൾ നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ വിസ്മയകരമായ പുരാണ കഥകളുമായി വീണ്ടും കാണാം.